ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. 10th ബോർഡ് എക്സാമിനുള്ള ഒരു അഡീഷണൽ സെറ്റ് ഓഫ് സാമ്പിൾ പേപ്പേഴ്സ് ബോർഡ് ലാസ്റ്റ് വീക്കിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസിന്റെ സാമ്പിൾ പേപ്പറിനകത്ത് ചോദിച്ചിരിക്കുന്ന ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. കെമിസ്ട്രി ആൻഡ് ബയോളജി നമുക്ക് ഒരു വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അഡീഷണൽ സാമ്പിൾ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൈലി കോമ്പീറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതേപടി ചോദിച്ചിട്ടില്ല. സൊല്യൂഷൻസ്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതേപടി ചോദിച്ചിട്ടില്ല. പക്ഷെ എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണെന്ന് പറയാം. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്കില്ലും കൂടെ അപ്ലൈ ചെയ്യണം. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു നോളജ് അപ്ലൈ ചെയ്യാം എന്ന് നോക്കിയിട്ടാണ് നമ്മളെല്ലാം ആൻസർ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ കുറെ കാണാപ്പാടം പഠിച്ച ഉത്തരങ്ങൾ അതേപടി എഴുതി വെക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നും തന്നെ സാമ്പിൾ പേപ്പറിനകത്ത് കാണുന്നില്ല. അപ്പൊ അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഔട്ട് ഓഫ് 80 ഫിസിക്സിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സെക്ഷനിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനിലോട്ട് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ എയില് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് 16 MCQസും 4 അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന്ന് ഫിസിക്സിൽ ചോദിച്ചിരിക്കുന്നത് 2 MCQസും 1 അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ സെക്ഷൻ എന്ന് ഫിസിക്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 3 മാർക്കാണ്. സെക്ഷൻ ബിക്കകത്താണെങ്കിൽ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം തന്നെ. ആ 6 ക്വസ്റ്റ്യൻ ഫിസിക്സിന് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 4 മാർക്കാണ്. സെക്ഷൻ സിയിൽ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എഗെയിൻ അത് ഷോർട്ട് ആൻസർ കാറ്റഗറി തന്നെയാണ്, വെരി ഷോർട്ട് ആൻസർ അല്ല, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 7 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ സിയിൽ നിങ്ങൾക്ക് 9 മാർക്ക് ടോട്ടലി സ്കോർ ചെയ്യാൻ പറ്റും. സെക്ഷൻ ഡിയിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ലോങ് ആൻസർ കാറ്റഗറി ആണ്, അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സ് എന്നുള്ളതാണ്. സെക്ഷൻ ഡിയിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സെക്ഷൻ ഇയിൽ കേസ് ബേസ്ഡ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 4 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. ഫിസിക്സിന് ഒരു ക്വസ്റ്റ്യൻ ആണ് കേസ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 4 മാർക്കാണ് സെക്ഷൻ ഇന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സബ് ടോട്ടൽ, അതായത് ABCDE ഈ 5 സെക്ഷനിൽ നിന്നായിട്ട് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് സാമ്പിൾ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ അഡീഷണൽ പ്രാക്ടീസ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കഴിഞ്ഞ ആഴ്ചയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സയൻസിന്റെ പേപ്പർ. അതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിന്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 2 MCQs ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 and 14 ആയിട്ടാണ് അത് സാമ്പിൾ പേപ്പറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 13 ഇതാണ്. വെൻ an object was kept at position X in front of a concave mirror, an enlarged and virtual image was formed. Which among the following identifies X correctly? X എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. നമുക്കറിയാം കോൺകേവ് മിറർ എക്സെപ്റ്റ് ഫോർ വൺ പൊസിഷൻ, rest all image formed by concave mirror is real inverted. സൈസ് ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ഡിമിനിഷ്ഡ് ആയിരിക്കും, ചിലപ്പോൾ സെയിം സൈസ് ആയിരിക്കും, ചിലപ്പോൾ എൻലാർജ്ഡ് ആയിരിക്കും. പക്ഷെ എക്സെപ്റ്റ് ഫോർ വൺ പൊസിഷൻ, റിമൈനിങ് ഓൾ ഇമേജ് ഫോംഡ് ബൈ കോൺകേവ് മിറർ ഇസ് റിയൽ. അപ്പൊ ഇവിടെ വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്പെസിഫിക് പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വെൻ ദ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ ഫോക്കസ്. ബിറ്റ്വീൻ P and Fല് ഒബ്ജക്ട് പ്ലേസ് ചെയ്താലാണ് കോൺകേവ് മിറർ വെർച്വൽ ഇമേജ് ഫോം ചെയ്യാന്നുള്ള ഇൻഫർമേഷൻ നമുക്കറിയാം. അപ്പോൾ എക്സ് എവിടെയാണ്, പൊസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഓപ്ഷൻ രീതിയിൽ ഓപ്ഷനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. എനിവേർ ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഇസ് റോങ്. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് റിയൽ ഇമേജ് ആണ്. എനിവേർ ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്, ബിറ്റ്വീൻ P and F. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. എക്സാക്ട്ലി അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചർ, അതും റിയൽ ഇമേജ് ആണ്. എക്സാക്ട്ലി അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസും നമുക്ക് കിട്ടാൻ പോകുന്നത് റിയൽ ഇമേജ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോ 13th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 14th ക്വസ്റ്റ്യൻ ഫിസിക്സ് തന്നെയാണുള്ളതാണ്. അത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്താണ്, ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ളതാണ്. ദ ഫേസ് ഓഫ് ദ മൂൺ ദാറ്റ് ഈസ് വിസിബിൾ ടു അസ് ഈസ് കോൾഡ് ആസ് ദ നിയർ സൈഡ്, ആൻഡ് ദ ഫേസ് ഓഫ് ദ മൂൺ വിച്ച് ഇസ് ഇൻവിസിബിൾ ടു അസ് ഈസ് കോൾഡ് ദ ഫാർ സൈഡ്.
What color would the sky appear to an astronaut standing on the far side of the moon and why? അപ്പോ ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസിലൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യനും ഉണ്ട്. അതായത് ഫോർ എൻ ആസ്ട്രോനോട്ട് വാട്ട് കളർ വുഡ് ദ സ്കൈ അപ്പിയർ ആൻഡ് വൈ എന്നുള്ളൊരു കണ്ടന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. നമ്മൾ എങ്ങനെയാണ് കളർ ഓഫ് ദ സ്കൈ ഡിഫറെന്റ് ആയിട്ട് കാണുന്നത്? ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, അല്ലെ? സ്കാറ്റേർഡ് ലൈറ്റ് ബ്ലൂയിഷ് ആകുമ്പോഴാണ് നമ്മൾ ബ്ലൂ കളർ കാണുന്നത്. എല്ലാ കളറും ഒരുപോലെ സ്കാറ്റർ ചെയ്യുമ്പോഴാണ് നമ്മൾ വൈറ്റ് ആയിട്ട് കാണുന്നത്. സ്കാറ്റർ ചെയ്ത് പോയിട്ട് ഇപ്പോ ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ റെഡിഷ് ആയിട്ട് കാണാനുള്ള കാരണം റെഡ് കളറിനാണ് ലോങ് വേവ് ലെങ്ത് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് റെഡ് ആയിട്ട് കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂണിന്റെ പ്രത്യേകത എന്താണ്? മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസ് ആണ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നത്. അപ്പൊ മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ടാണ് അവിടെ സ്കൈനെ കാണുക എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. ബ്ലൂ ആസ് ദ മൂൺസ് അറ്റ്മോസ്ഫിയർ സ്കാറ്റർ സൺലൈറ്റ് ജസ്റ്റ് ലൈക്ക് എർത്ത്, ഇറ്റ് ഈസ് റോങ്. മൂണില് അറ്റ്മോസ്ഫിയർ ഇല്ല എന്നുള്ളതാണ്, അതുകൊണ്ട് തന്നെ സ്കാറ്ററിംഗ് നടക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. വൈറ്റ് ആസ് ദ മൂൺ സർഫസ് റിഫ്ലക്ട് ഓൾ ദ നോ, color of the sky is not due to reflection, it is due to scattering. Black as there is no atmosphere on the moon to scatter the light. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. Black as sunlight does not fall on the far side of the moon. അതുമല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കളർ ഓഫ് ദ സ്കൈ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കാറ്റേർഡ് ലൈറ്റ് ആണ്. അപ്പോ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ മൂണിൽ സ്കാറ്ററിംഗ് നടക്കുന്നില്ല. സോ it will appear as dark to us. ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയാം. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി നമുക്ക് അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസിൽ നോക്കാം. അതിനകത്ത് ഒരു ക്വസ്റ്റൻ ആണ് ഫിസിക്സ് വെച്ചിരിക്കുന്നത്, വിച്ച് ഇസ് ക്വസ്റ്റൻ നമ്പർ 19. അസർഷൻ സ്റ്റേറ്റ്മെന്റും റീസൺ സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് അസർഷൻ റീസണിംഗ് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അസർഷൻ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അയൺ ഫൈലിംഗ്സ് സ്കാറ്റേർഡ് അറൌണ്ട് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ carrying current in a plane perpendicular to the length of the conductor arrange themselves in concentric circles. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് കറന്റ് ക്യാരിയിങ് സ്ട്രേറ്റ് കണ്ടക്ടർ ഇസ് കോൺസെൻട്രിക് സർക്കിൾസ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഒരു അയൺ ഫൈലിങ്സ് നമ്മളിങ്ങനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിന് ചുറ്റും നമ്മളിങ്ങനെ വെതറി വെച്ചിട്ടുണ്ടെങ്കിൽ when you tap the paper on which the iron filings are scattered, they will arrange in the form of concentric circles എന്നുള്ളത്. അപ്പൊ അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലെ? റീസൺ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓഫ് കോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ഗോട്ട് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാം? ബൈ ഡ്രോയിങ് എ ടാൻജന്റ്, അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബൈ ഡ്രോയിങ് എ ടാൻജന്റ്, വിച്ച് മീൻസ് വാട്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഡു ഹാവ് ഡയറക്ഷൻ, അല്ലെ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, വെക്ടർ ആണെന്നാണ് നമ്മൾ പറയാം മാഗ്നറ്റിക് ഫീൽഡിനെ. അപ്പൊ അതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അസർഷൻ ഇസ് ട്രൂ, റീസൺ ഇസ് ട്രൂ, ബട്ട് അസർഷൻ ആൻഡ് റീസൺ ഇസ് നോട്ട് എക്സ്പ്ലെയിനിങ് ഈച്ച് അതർ, അല്ലെ? റീസൺ അസർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ്ലി ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബട്ട് അസർഷൻ ഇസ് നോട്ട്, സോറി, ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അത് പറയുന്നത് ഓപ്ഷൻ ബിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 19 ഇസ് ബി. Assertion and reason are true, but reason is not correctly explaining the assertion. ഇനി നമുക്ക് 2 മാർക്ക് കാറ്റഗറിയിലോട്ട് പോവാം. 2 മാർക്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24, ഇത് ഫിസിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെർച്ച് മിറേഴ്സ് ആർ മിറേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ലുക്ക് ഫോർ ഹിഡൻ ഒബ്ജെക്ട്സ് അണ്ടർനീത്ത് ദ കാർസ് ആസ് ഷോൺ. നമുക്ക് കാറിന്റെ താഴേക്ക് എന്തെങ്കിലും ഒബ്ജക്ട്സ് വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കാൻ വേണ്ടിയിട്ട്, കാറിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി നോക്കുന്നതിനേക്കാളും നമ്മളൊരു സെർച്ച് മിറേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. The hidden objects can be easily spotted as the mirror provides wider field of view. ഇവിടെ തന്നെ നമുക്ക് ഒരു ഹിന്റ് തന്നിട്ടുണ്ട് ഏത് മിറർ ആണ് യൂസ് ചെയ്യാന്നുള്ളത്. നമ്മള് 2 സ്പെരിക്കൽ മിറേഴ്സ് പഠിച്ചു, കോൺകേവ് ആൻഡ് കോൺവെക്സ്. അതില് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് മിറർ ആയിരുന്നു? ഇറ്റ്സ് നത്തിങ് ബട്ട് കോൺവെക്സ് മിറർ. അപ്പൊ ഇവിടെ തന്നെ ഈ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി? ദ മിറർ ഈസ് ഗോയിങ് ടു ബി കോൺവെക്സ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് മിറേഴ്സ് ആർ ജനറലി യൂസ് ടു മേക്ക് സെർച്ച് മിറേഴ്സ്? വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള കോൺവെക്സ് മിറർ അത് ഡൈവേർജിങ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, അപ്പോ കോൺവെക്സ് മിറർ ഡൈവേർജിങ് ഇൻ നേച്ചർ എന്ന് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ ആയി ഫോർ സബ് ക്വസ്റ്റ്യൻ എ.
ബി ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റേ ഡയഗ്രം ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ് ബൈ ദ ടൈപ്പ് ഓഫ് മിറർ ഐഡന്റിഫൈഡ് ഇൻ എ. കോൺവെക്സ് മിററിൽ നമ്മൾ ആകെ ഫോം ചെയ്യുന്നത് എന്ത് ഇമേജ് ആണ്? ഇറ്റ് ഈസ് ഓൾവേസ് ഫോമിങ് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ദ ഇമേജ് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് എന്ന് എഴുതണം. പ്ലസ് അതിന് കാണിക്കുന്ന രീതിയിൽ നമുക്കൊരു റേ ഡയഗ്രം വരയ്ക്കണം. അപ്പൊ കോൺവെക്സ് മിറർ നമ്മൾ എങ്ങനെയാ വരയ്ക്കാം? ദിസ് ഇസ് എ കോൺവെക്സ് മിറർ, റൈറ്റ്? അപ്പൊ ആദ്യം നമുക്ക് അതിനൊരു പ്രിൻസിപ്പൽ ഫോക്കസ് വരയ്ക്കാം. പോള് മാർക്ക് ചെയ്യണം. സെന്റർ ഓഫ് കർവേച്ചർ വിൽ ബി സംവെയർ ഹിയർ. ഫോക്കസ് എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് പോർഷനിലാണ് വരിക, അല്ലെ? ഇഫ് യു കീപ് എൻ ഒബ്ജെക്ട് എനിവേർ ഇൻ ഫ്രണ്ട് ഓഫ് ദ കോൺവെക്സ് മിറർ, നമ്മൾ എങ്ങനെ റേ ഡയഗ്രം വരയ്ക്കുക? ഫസ്റ്റ് യു ക്യാൻ ഡ്രോ എ ലൈൻ, an incident ray which is parallel to the principal axis. എങ്ങനെയാ അത് ഡൈവേർജ് ചെയ്യുക? ഇറ്റ് ഡൈവേർജ് ഫ്രം ദ ഫോക്കസ്. അപ്പൊ ഇങ്ങനെയാണ് റിഫ്ലക്റ്റഡ് റേ വരയ്ക്കേണ്ടത്, ഷോയിങ് ദാറ്റ് ഇറ്റ് ഇസ് ഡൈവേർജിങ് ഫ്രം ദ ഫോക്കസ്. Another ray of light you can draw which is passing through the center of curvature. ഇങ്ങനെ പോകുന്നു, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഇങ്ങനെ പോകുന്നു. സോ ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്, അല്ലെ? ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസ് from where the two reflected rays are appear to diverge from, അതിനെയാണ് നമുക്ക് പൊസിഷൻ ഓഫ് ദ ഇമേജ് ആയിട്ട് കാണിക്കുക. അപ്പൊ ഈ ഒരു റേ ഡയഗ്രം, രണ്ട് റേ ഡയഗ്രംസ് ആണ് കോൺവെക്സ് മിററിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ രണ്ടാമത്തെ റേ ഡയഗ്രം ആണ് നമ്മൾ ഇതിനകത്ത് വേണ്ടിയിട്ട് വരയ്ക്കേണ്ടത്. അപ്പൊ ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മിററിന്റെ പേര് എഴുതുക, നേച്ചർ ഓഫ് ദ ഇമേജ് ഫോംഡ് ആൻഡ് റേ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 2 മാർക്കാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രമ്യ വാണ്ട്സ് ടു മെഷർ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ആസ് ഷോൺ ബിലോ. നമുക്ക് ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, കറന്റ് ആണ് മെഷർ ചെയ്യേണ്ടത്. വിച്ച് എമംഗ് ദ 4 അമ്മീറ്റേഴ്സ് ക്യാൻ ഷി യൂസ് ഫോർ ദ സെയിം. എന്നിട്ട് നമുക്ക് കുറച്ച് അമ്മീറ്ററിന്റെ പേരുകൾ, PQRS, അതിന്റെ മിനിമം റേഞ്ച്, മാക്സിമം റേഞ്ച്. മിനിമം റേഞ്ച് എല്ലാത്തിന്റെയും 0 മില്ലി ആംപിയർ ആണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. മാക്സിമം റേഞ്ച് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാട്ട് വി ഹാവ് ടു ബേസിക്കലി ഡു ഇസ് കറന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ആ കറന്റിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന അമ്മീറ്റർ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കോമ്പീറ്റൻസി ബേസ്ഡ് ആണ്. കോമ്പീറ്റൻസി ബേസ്ഡ് മീൻസ് വാട്ട്? ഈ ക്വസ്റ്റ്യൻ ആസ് സച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലോ വേറെ എവിടെയും കാണാൻ പറ്റില്ല. പക്ഷെ ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ലേ? അപ്പൊ അതാണ് ഇവിടെ ആ ഒരു ഭാഗം ചെയ്തിട്ട് നമ്മളുടെ ഒരു ലോജിക്കൽ റീസണിങ് വെച്ചിട്ട് ഇതിൽ നിന്ന് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ബിക്കോസ് കറന്റ് I എന്ന് പറയുന്നത് I is equal to V by R എന്നുള്ളതാണ്. ഇത് സീരീസ് കോമ്പിനേഷനിൽ വരുന്നതാണ്. അമ്മീറ്ററിൽ ടോട്ടൽ കറന്റ് തന്നെയാണ് കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്ററിൽ വരുന്നത്, റൈറ്റ്? അപ്പൊ ആദ്യം ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 12 ഡിവൈഡഡ് ബൈ R. റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് കറന്റ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് യു ക്യാൻ സി ഇവിടെ 8 ohm and 4 ohm. In which way they are connected? പാരലൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വെൻ 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ഫോർമുലയുണ്ട്, R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള ഫോർമുലയാണ് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെൻ 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പൊ ഇവിടെ R1 R2 എന്ന് പറയുന്നത് എന്താണ്? 8 into R2 is 4 divided by R1 plus R2, which is 8 plus 4 is 12. അപ്പോ പാരലൽ കോമ്പിനേഷണൽ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാലോ, വിച്ച് ഇസ് 3. 8 by 3 എന്നുള്ളതാണ്. 8 by 3 എന്ന് പറയുമ്പോൾ 2.6 20 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 6. 2.666 അതിനെ നമുക്ക് 2.67 ohm എഴുതാം, വിച്ച് ഇസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദീസ് 2 ഇസ് 2.67 ohm ആണ്. ഓക്കെ, ഇനി 2 ohm is connected in series with it, right? അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് which will be equal to RP plus 2, which is 2.67 plus 2 എന്ന് പറയുന്നത് 4.67 ohm ആണ്. ഓക്കെ, ഇനി നമുക്ക് കറന്റ് കണ്ടുപിടിക്കാലോ. കറന്റ് is V upon R. V is 12 divided by 4.67. 12 by 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 4.67 എന്ന് പറയുമ്പോൾ സംതിങ് ലെസ് ദാൻ 3 ആംപിയർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ എഴുതാട്ടോ. ഞാനിപ്പോൾ ലെസ് ദാൻ 3 എന്ന് എഴുതി, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അമ്മീറ്ററിന്റെ റേഞ്ച് ആണ്. അപ്പൊ നോക്കാം, 1 മില്ലി ആംപിയർ ഉള്ളത് ഒരിക്കലും പറ്റില്ല, 10 മില്ലി ആംപിയർ പറ്റില്ല, ബിക്കോസ് വി ഹാവ് ടു മെഷർ സംതിങ് അറൌണ്ട് 3 ആംപിയർ. 3 ആംപിയറിനോട് എടുത്തിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെ? അപ്പൊ 1 ആംപിയർ വെച്ചാലും നമുക്ക് മാക്സിമം കറന്റ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 ആണ്. നമുക്ക് കറന്റ് സർക്യൂട്ടിലൂടെ പോകുന്ന കറന്റ് 3 ആണ്. അപ്പൊ 3നേക്കാളും കൂടുതലായിരിക്കണം അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതും കറക്റ്റ് അല്ല. 0 to 10 ആംപിയർ യൂസ് ചെയ്യണം, വിച്ച് ഇസ്
എസ് എന്ന് പറയുന്ന അമ്മീറ്റർ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. വിച്ച് അമംഗ് ദ 4 അമ്മീറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ എസ് എന്ന് എഴുതുന്നു. ഷോ യുവർ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കാൽക്കുലേഷനും കാണിച്ചിട്ടുണ്ട്. റൈറ്റ്. ഓക്കെ. ഇനി ഇതിനൊരു ഓർ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ഫ്രം മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്താണെന്ന് നോക്കാം. എ ഹെലിക്കൽ കോയിൽ ഹാസ് ലെങ്ത് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഡയമീറ്റർ. ലെങ്ത് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഡയമീറ്റർ, ഹെലിക്കൽ കോയിൽ എന്ന് പറയുന്നതിന്റെ പേരാണ് സോളിനോയിഡ്. ഓക്കെ. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ആണ്. ഓക്കെ. ഹൗ ഡസ് the magnetic field at point P compare with the magnetic field at point Q? Justify your answer. അപ്പൊ പിയും ക്യൂവും ഇതിനുള്ളിലാണ്. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് നമ്മൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്പെഷ്യാലിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഇസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുകൊണ്ടാണ് ഇൻസൈഡ് ദ സോളിനോയിഡിൽ നമുക്ക് ഈക്യൂ ഡിസ്റ്റന്റ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കുക, അല്ലെ? പിന്നെ നമ്മൾ ഇങ്ങനെ പുറത്തുകൂടെ നമ്മൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരയ്ക്കുക. പക്ഷെ ഇൻസൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഈക്യൂ ഡിസ്റ്റന്റ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് യൂണിഫോം. യൂണിഫോം എന്ന് വെച്ചാൽ എന്താ? ഈക്വൽ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി is equal to magnetic field at point Q, which is uniform magnetic field. അതാണ് question number A-ക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. State one way in which the strength of magnetic field inside a current carrying helical coil can be changed എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും നമ്മൾ പഠിക്കുന്നുണ്ട്. Factors affecting the strength of magnetic field inside a current carrying solenoid is, what are the factors? രണ്ട് factors പഠിച്ചു. One is amount of current flowing through the solenoid. Second one is number of turns in the solenoid. Okay. അപ്പൊ ഇതിനെ രണ്ടിനെയാണ് strength of magnetic field ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ either you can change the current flowing through the solenoid or you can change the number of turns of the solenoid. അപ്പോ either change the current or change the number of turns ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് 2 മാർക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അതാണ് ഓർ ക്വസ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത്. സോ ദീസ് വേർ ദ 2 questions ഫ്രം സെക്ഷൻ ബി. 2 മാർക്കിന്റെ ക്വസ്റ്റൻസ് ആയിരുന്നു. ഇനി സെക്ഷൻ സിയിലോട്ട് നോക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ്. ഓക്കെ. ക്വസ്റ്റൻ നമ്പർ 31 എന്താ പറഞ്ഞിരിക്കുന്നത്? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് 2 മീഡിയ പി ആൻഡ് ക്യൂ ആർ 1.33 ആൻഡ് 2.52. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പി ഇസ് 1.33 and refractive index of Q is 2.52 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Speed of light in P is given 2 into 10 raised to 8. What would be the speed of light in medium Q? നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെയാ? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ എങ്ങനെയാ പറയാ? നമുക്ക് NP divided by NQ. Ratio of refractive index will be equal to speed taken in the reverse order. കാരണം എന്താണ്? N is equal to C by V എന്നാണ്. അപ്പൊ N ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ആദ്യം ഞാൻ ന്യൂമറേറ്ററിൽ NP എന്ന് എഴുതുമ്പോ വെലോസിറ്റിന്റെ അല്ലെങ്കിൽ സ്പീഡിന്റെ കാര്യം എഴുതുമ്പോ ന്യൂമറേറ്ററിൽ Q എന്ന് എഴുതാം. സ്പീഡ് ഇൻ Q ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ P. അപ്പൊ NP എന്ന് പറയുന്നത് 1.33 ഡിവൈഡഡ് ബൈ 2.52 is equal to speed in Q is our question, which is VQ divided by സ്പീഡ് ഇൻ പി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 into 10 raised to 8 എന്നാണ് തന്നിരിക്കുന്നത്. റൈറ്റ്. അപ്പോ വി ക്യൂ ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതുന്നു, വി ക്യൂ ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? 1.33 into 2 into 10 raised to 8 divided by 2.52. ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എന്തെഴുതാം? 1.251 എന്ന് എഴുതാം. into 10 raised to 8 ഉണ്ട്. അപ്പൊ 1.33 divided by 1.251. ഓക്കെ. ഇതൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ into 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുന്നത്. ഡിവിഷൻ ഞാനിവിടെ കാണിക്കുന്നില്ല. യു ക്യാൻ വെരി മച്ച് ഡു ഇറ്റ്. റൈറ്റ്. 1.33 divided by 1.251 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. If angle of incidence for a ray of light traveling from medium P to Q is 0 degree, then what will be the path of light in medium Q? When angle of incidence is 0 degree, what will be angle of refraction? That also will be 0 degree, which means what? See, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇത് P, ഇത് Q. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇൻസിഡൻസ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ. അപ്പൊ ഇതാണ് ഇൻസിഡന്റ് റേ. നോർമൽ ഈസ് ഓൾസോ ദ സെയിം ലൈൻ. അപ്പോ the ray will go without any deviation എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. Because when angle of incidence is 0, angle of refraction will also be 0. So the light will go through medium Q without any deviation എന്നാണ് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ 3 മാർക്കാണ് ക്വസ്റ്റൻ നമ്പർ 31 നമുക്ക് കിട്ടാം.
ഇനി question number 32 is also from physics. Kaveri conducted an experiment to study the energy efficiency of different bulbs. She connected bulb A having resistance 100 ohm to a 240 volt power supply in a laboratory. How much energy will be consumed by the bulb if it is kept on for 4 hours each day for a week? Okay. ടൈം എന്ന് പറയുന്നത് 4 hours ഈച്ച് ഡേ ഫോർ എ വീക്ക്. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 7 into 4 hours എന്നാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോ എനർജിയുടെ കാൽക്കുലേഷൻ, എനർജി എന്ന് പറയുന്നത് വിച്ച് ഇസ് നത്തിങ് ബട്ട് പവർ ഇൻ ടു ടൈം. ഇവിടെ നമുക്ക് പവർ തന്നിട്ടില്ല, അതിന് പകരം വോൾട്ടേജും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. പവറിന് വി സ്റ്റഡീഡ് 3 ഫോർമുലാസ്. വൺ ഇസ് I square R. Okay, another one is V square by R, and third equation is V into I. ഇപ്പൊ ഇവിടെ കറണ്ട് നമുക്ക് തന്നിട്ടില്ല, അപ്പോ എന്തായാലും ആദ്യത്തെ ഫോർമുലയും മൂന്നാമത്തെ ഫോർമുലയും യൂസ് ചെയ്യാൻ പറ്റില്ല. പവറിന് വേണ്ടിയിട്ട് V square by R എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻ പ്ലേസ് ഓഫ് പവർ ഐ എം റൈറ്റിംഗ് V square by R into ടൈം ചെയ്തു കഴിഞ്ഞാൽ എനർജി കിട്ടും. V square എന്ന് പറയുന്നത് 240 into 240 is V square, right? Divided by റെസിസ്റ്റൻസ് എത്രയാന്നിരിക്കുന്നത് 100 into ടൈം ചെയ്യുമ്പോൾ വി ഷുഡ് ടേക്ക് 4 hours. അവേഴ്സിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് 4 into 60 into 60 എന്നാണ് ചെയ്യേണ്ടത്. into 7 കൂടെ ചെയ്യുന്നു ഞാൻ, ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ 7 days അല്ലെ. ഐ ഹോപ്പ് യു ക്യാൻ സീ ദെൻ. അപ്പൊ ഇത് കട്ടായി പോയി, ഈ സീറോയും കട്ടായി പോയി. ആൻഡ് ഇറ്റ് ഈസ് ആസ്ക്ഡ് that express your answer in kilojoule. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആൻസർ നമുക്ക് ജൂളിലാണ് കിട്ടുക. ജൂളിനെ കിലോ ജൂൾ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടെ എടുത്തെഴുതുന്നു ആ കാൽക്കുലേഷൻസ്. നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് 24 into 24 into 4 into 60 into 60 into 7 ഡിവൈഡഡ് ബൈ 1000 ആണ്. ഈ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് എന്തിനാ? കിലോ ജൂളിൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു സീറോയും കൂടെ കട്ടായി പോയി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് 24 into 24 which is 576, right? 576 into ബാക്കി ചെയ്യാനുള്ളത് എന്താണ്? 6 into 6 is 36, 36 into 28. അപ്പോ 576 into 36 into 28 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഫോർ കിലോ ജൂൾ മൾട്ടിപ്ലൈ ഡിവൈഡഡ് ബൈ 10 ഓൾസോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാൽക്കുലേഷൻസ് ചെയ്ത് ഞാൻ ഇവിടെ സമയം കളയുന്നില്ല. കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ കിലോ ജൂൾ. ദിസ് ആൻസർ ഡിവൈഡഡ് ബൈ 10. കാരണം ഇവിടെ ഒരു 2 zeros ഞാൻ ക്യാൻസൽ ചെയ്തിരുന്നു, ഇവിടെ 10 കൂടി ഉണ്ട്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് എഴുതും കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റൻ ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കാവേരി കണക്ട്സ് another similar bulb B in series with similar bulb B എന്ന് വെച്ചാൽ എന്താ? ആ രണ്ടാമത്തെ ബൾബിന്റെയും റെസിസ്റ്റൻസ് 100 ohm തന്നെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? ഇൻ സീരീസ് വിത്ത് ബൾബ് A and connects the combination to 240 volt. Will there be any change in the brightness of the bulb? ഈ brightness of the bulb depends on the power. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആദ്യത്തെ ബൾബിന്റെ പവർ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 576 വാട്ട് ആണ് ആദ്യത്തെ എ മാത്രം കണക്ട് ചെയ്താൽ കിട്ടുന്നത്. ഇനി ബിന്റെ പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വിച്ച് വിൽ ബി, അതായത് ബിയും എയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ പവർ എങ്ങനെയാ കിട്ടുക? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. These two resistors are going to be connected in series, അല്ലെ? അപ്പൊ 100 ohm resistors when connected in series, the total resistance will become 200 ohm. അപ്പൊ വി സ്ക്വയർ എന്ന് പറയുന്നത് 240 into 240 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണ്ടേ? 200 എന്ന് ചെയ്യണം. 2 സീരീസ് റെസിസ്റ്റേഴ്സ്. അപ്പൊ 2 zeros കട്ടായി പോയി. 2 into 24 വരെ 12 വരും. 24 into 12 എന്ന് പറയുന്നത് 288 വാട്ട് ആണ് രണ്ടാമത്തെ കേസിൽ ഓരോ ബൾബിനും കിട്ടാൻ പോകുന്ന പവർ. ആദ്യത്തെ എത്രയായിരുന്നു? 576 ആയിരുന്നു. വിച്ച് മീൻസ് ഇൻ കേസ് എ ബൾബ് വിൽ ഗ്ലോ ബ്രൈറ്റർ, അതിന്റെ പവർ 576 ആണ്. രണ്ടാമത്തെ കേസിൽ വന്നപ്പോ പവർ ഹാസ് ബിക്കം ഹാഫ്. അപ്പൊ ബ്രൈറ്റ്നെസ് വിൽ ഡിക്രീസ്. എക്സ്പ്ലെയിൻ മാത്തമാറ്റിക്കലി ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. വിജയ കണക്ട്സ് 3 bulbs P, Q and R in series with a battery in 2 different ways using identical conducting wires as shown below. അതായത് P, Q and R
രണ്ടെണ്ണത്തിലും ഡിഫറൻസ് എന്താ വന്നിരിക്കുന്നത്? ഇതില് കംപ്ലീറ്റ്ലി സീരീസ് സർക്യൂട്ട് ആണ്. ദർ ഈസ് നോ പാരലൽ പാത്ത് ഫോർ കറന്റ് ഫ്ലോ. പക്ഷെ രണ്ടാമത്തേല് ഇവിടെ ഒരു LM എന്ന് പറയുന്ന ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ പാരലൽ, അല്ലെ? പാരലൽ ടു ബൾബ് Q ആണ്. അപ്പോ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഓൾറെഡി വെച്ചു. ഇനി നമുക്ക് ബാക്കി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വായിക്കാം. ഷീ നോട്ടീസസ് ദാറ്റ് ഇൻ കേസ് 1 all 3 bulbs glow, but in case 2 only bulb P and R continue to glow. Q എന്ന് പറയുന്ന ബൾബ് ഇവിടെ ഗ്ലോ ചെയ്യുന്നില്ല. വിച്ച് മീൻസ് വാട്ട്? ഇനഫ് കറന്റ് ഇസ് നോട്ട് ഫ്ലോയിങ് ത്രൂ ബൾബ് Q. വാട്ട് കുഡ് ബി ദ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബൾബ് ക്യൂയിലൂടെ കറന്റ് ഫ്ലോ ചെയ്യാതിരിക്കാനുള്ള ഒരു പോസിബിൾ റീസൺ എന്താണ്? ഇവിടെ കറന്റിന് വെൻ കറന്റ് കംസ് ടു ദ സൈഡ് ടു ദ പോയിന്റ് L, current is getting two different paths. Either it can flow through the bulb or it can flow through LM or it can equally flow. അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ബൾബ് ക്യൂയിലൂടെ കറന്റ് പാസ് ചെയ്യുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞു, അല്ലെ? ബൾബ് ക്യൂ ഇസ് നോട്ട് കണ്ടിന്യൂയിങ് ടു ഗ്ലോ. അപ്പൊ കറന്റ് കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്തായിരിക്കും? LM എന്ന് പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കും ഫോർ ദ കറന്റ് ഫ്ലോ. അപ്പൊ കറന്റ്, എല്ലാ കറന്റും എന്തിലൂടെ പാസ് ചെയ്യും? LM എന്ന് പറയുന്ന പാത്ത്. കറന്റിന് എപ്പോഴും ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെയാണ് ഫ്ലോ ചെയ്യാൻ ഇഷ്ടം. അപ്പോ ഓൾമോസ്റ്റ് ഓൾ ദ കറന്റ് മൈറ്റ് ബി ഫ്ലോയിങ് ത്രൂ ദ വയർ LM ആൻഡ് ബൾബ് Q ഇസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് കറന്റ്. കാരണം ക്യൂവും ഒരു LM എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലലി കണക്ട് ചെയ്യുമ്പോൾ കറന്റ് ക്യാൻ ചൂസ് ദ പാത്ത്. ഏതിലൂടെ കൂടുതൽ പോകണം, ഏതിലൂടെ കുറവ് പോകണം, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ അതുകൊണ്ടാണ് ബൾബ് Q ഗ്ലോ ചെയ്യാത്തതിന്റെ കാരണം കറന്റ് വിൽ ചൂസ് എ low resistance path, which is the wire LM. Okay. Now, അടുത്ത ക്വസ്റ്റൻ എന്താണ്? Two resistances when connected in parallel give a combined resistance of 10/3. Two resistors connected in parallel എന്ന് വെച്ചാൽ effective resistance ഫോർമുല R1 R2 divided by R1 plus R2 ആണ്. ഓക്കെ, അതിന്റെ ആൻസർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 10/3 ഓം എന്ന് തന്നിട്ടുണ്ട്. Okay, when the same two resistors are connected in series, the combined resistance become 15 ohm, which means R1 plus R2 will be 15 ohm എന്നാണ് തന്നിരിക്കുന്നത്. Okay, calculate the individual resistances. Okay, R1 R2 എന്ന് പറയുന്നത് R1 R2 divided by R1 plus R2 is 10/3. R1 plus R2 എന്ന് പറയുന്നത് 15. അപ്പൊ സി, ഇവിടെ ഈ ഡിനോമിനേറ്ററിലുള്ള R1 plus R2 ന് പകരം I can take what? 15. Okay, അപ്പൊ ഞാൻ ഫോർമുല മാറ്റി എഴുതുവാണേ. Which is R1 R2 divided by 15 is equal to 10/3 എന്നാണ്. Okay, അപ്പോ which means what? R1 R2 is equal to ഈ 15 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 10 into 15/3 എന്ന് വരും. അപ്പൊ 3യും 15ഉം കട്ട് ചെയ്തിട്ട് 5, which is equal to 50. Okay, R1 R2 equal to 50 എന്ന് കിട്ടി. R1 plus R2 is 15. അപ്പൊ ഇതിൽ നിന്ന് what can I write? R2 is equal to, see, ഈ R1 plus R2 equal to 15. അപ്പൊ which means what? R2 is equal to 15 minus R1 എന്നാണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം റൈറ്റിംഗ് R1 into R1 എന്നുള്ളത് അതേപോലെ എഴുതുന്നു. R2 പകരം ഐ എം റൈറ്റിംഗ് 15 minus R1 is equal to 50. ഇനി ഇതിന്റെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ what will become? 15 R1 minus R1 square is equal to 50. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റാം നമുക്ക് ഈ രണ്ട് ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പൊ ഈ R1 square will become മൈനസ് R1 square എന്നുള്ളത് R1 square ആവും. മൈനസ് 15 R1 പ്ലസ് 50 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 15 കിട്ടണം. സോ ഇങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്. R1 minus 5 into R1 minus 10, അല്ലെ? മൈനസ് 5 into minus 10 മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 50 കിട്ടും. മൈനസ് 5 ഇത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വിച്ച് മീൻസ് R1 is equal to 5 or R1 equal to 10. അപ്പൊ നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് കിട്ടി. രണ്ടെണ്ണം സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ 15 കിട്ടിയെന്നല്ലേ പറഞ്ഞേ. വൺ റെസിസ്റ്റൻസ് ഷുഡ് ബി 5 ohm ആൻഡ് അനദർ റെസിസ്റ്റൻസ് ഷുഡ് ബി 10 ohm. കാൽക്കുലേറ്റ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചത്. അപ്പൊ 5 and 10 ഉള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയാണ് സെക്ഷൻ സിയിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു. ഇനി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. Savera passed a beam of light, white light, through a series of equilateral prisms as shown. ഇവിടെ 3 equilateral prisms ആണ് കൊടുത്തിരിക്കുന്നത്. Okay, what colors will be seen on the screen എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്ക് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്, റീകോമ്പിനേഷൻ ഓഫ് സ്പെക്ട്രം ഇൻ ടു വൈറ്റ് ലൈറ്റ്, ഇത് രണ്ടും പഠിച്ചിരുന്നു. വെൻ ടു ഇൻവേർട്ടഡ് പ്രിസംസ് ആർ കെപ്റ്റ്, അല്ലെ? അപ്പൊ ആദ്യത്തെ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ വാട്ട് കളേഴ്സ് വിൽ ബി സീൻ ഓൺ ദ സ്ക്രീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു ഏത് കളേഴ്സ് ആയിട്ടാണ് വരിക? റെഡ് ഹിയർ ആൻഡ് വയലറ്റ് ഹിയർ. ഓൾ ദ അതർ കളേഴ്സ് വിൽ ബി ദേർ. ഓക്കെ, ഇനി റെഡും വയലറ്റും ഇങ്ങനെ പോയിട്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ it will recombination, അല്ലെ? എന്നിട്ട് you will get white light through this. ഇനി ഈ white, when it is passing through it, again it will be split into, this will be red and this will be violet, and here ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്ത് വരും? റെഡ് ആൻഡ് വയലറ്റ്. നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റ് റിഫ്രാക്ഷൻ കാണിക്കണം. ഓക്കെ, ഞാൻ സ്കെയിൽ യൂസ് ചെയ്യാണ്ട് വരച്ചതുകൊണ്ടാണ്. അപ്പൊ റെഡ്, വയലറ്റ്, റെഡ് വിൽ ബി ടോപ്പ്, വയലറ്റ് വിൽ ബി ഓൺ ദ ബോട്ടം. വെൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ഇൻവേർട്ടഡ് പ്രിസം ഇറ്റ് റീകമ്പൈൻസ് ടു ഫോം വൈറ്റ് ലൈറ്റ് അഗെയിൻ. അപ്പൊ രണ്ടാമത്തെ പ്രിസത്തിലൂടെ കടന്നു വരുന്നത് ഏതാ? വൈറ്റ് ലൈറ്റ് ആണ്. അപ്പൊ വൈറ്റ് ലൈറ്റ് വെൻ ഫാൾസ് ത്രൂ അനദർ പ്രിസം ഇറ്റ് അഗെയിൻ സ്പ്ലിറ്റ്സ് ഇൻ ടു റെഡ് ആൻഡ് വയലറ്റ്. അപ്പൊ റെഡ് ആൻഡ് വയലറ്റ് ആണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. റെഡ് ആൻഡ് വയലറ്റ് എന്നല്ല, റെഡ് ടു വയലറ്റ്, വിച്ച് ഇസ് വിബ്ജിയോർ. വയലറ്റ് ടു മീൻസ് ഏതൊക്കെ കളേഴ്സ് ആണ് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. വിച്ച് ഇസ് വിബ്ജിയോർ എന്നുള്ള കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വിബ്ജിയോർ, അല്ലെ? അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇത്രയും കളേഴ്സ് ആണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. വിബ്ജിയോർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ഓഫ് വിബ്ജിയോർ എന്ന് എഴുതാം. കോപ്പി ദ ഡയഗ്രം എബവ്, copy the above diagram and draw the beam entering prism 1 and emerging from prism. ഈ ഡയഗ്രം ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഡയഗ്രം വരച്ചിട്ട് സ്പ്ലിറ്റിംഗ് കാണിക്കണം, റീകോമ്പിനേഷൻ കാണിക്കണം, തേർഡ് പ്രിസത്തിലൂടെയുള്ള ഈ എഗെയിൻ സ്പ്ലിറ്റിംഗ് കാണിക്കണം. 7 ലൈൻസ് വരയ്ക്കണ്ട. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും 2 ലൈൻസ് കൊടുത്തിട്ട് റെഡ്, വയലറ്റ് എന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കളേഴ്സ് എല്ലാം വരുന്നതാണ്. അപ്പൊ ഈ ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ് ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. സി ചോദിച്ചിരിക്കുന്നത് എന്താ? Name all the process that take place when the beam of light enters the prism 1, 2 and 3. ഏതൊക്കെ പ്രോസസ്സ് ആണ് നടക്കുന്നത്? ആദ്യം നടക്കുന്നത് റിഫ്രാക്ഷൻ കാരണം, ഡ്യൂ ടു റിഫ്രാക്ഷൻ ഇറ്റ് ഗെറ്റ്സ് ഡിസ്പേഴ്സ്ഡ്, അല്ലെ? അപ്പൊ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഡിസ്പേഴ്സൺ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? റീകോമ്പിനേഷൻ ഓഫ് ദ സ്പെക്ട്രം ഇൻ ടു വൈറ്റ് ലൈറ്റ്. ഓക്കെ, ഇനി വീണ്ടും റിഫ്രാക്ഷൻ, ഡിസ്പേഴ്സൺ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത് പ്രോസസ്സസ്: റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ് ആൻഡ് റീകോമ്പിനേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി അതിന്റെ ഓർ പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹ്യൂമൻ ഐയുടെ ഭാഗത്തു നിന്നാണ്. റൂബൽ സഫേഴ്സ് ഫ്രം മയോപ്പിയ. മയോപ്പിയ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, it is a defect of vision in which you will be able to see nearby objects. Near sightedness എന്നാണ്, അല്ലെ? Where would the image form in her eye? Image form ചെയ്യുന്നത് when light from distant objects comes. Okay, നിയർ ബൈ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കാണാനായിട്ട് മയോപിക് പേഴ്സണിന് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പർ റെറ്റിനയിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. അതേസമയം ഫാർ അവേ ഒബ്ജക്ട്സ് എന്നുള്ള ഇമേജസ് വിൽ ബി ഫോമിങ് in front of the retina. In front of the retina എന്നാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നെയിം ദ ടൈപ്പ് ഓഫ് ലെൻസ് ദാറ്റ് ഈസ് ജനറലി യൂസ് ടു കറക്റ്റ് മയോപ്പിയ. മയോപ്പിയ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ലെൻസ് ആണ്? വിച്ച് ഇസ് നമ്മൾ മയോപ്പിയ കറക്റ്റ് ചെയ്യാനായിട്ട് ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത. മയോപ്പിയ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ലെൻസ് യൂസ് ചെയ്യുന്നത്? വിച്ച് ഇസ് ഡൈവേർജിംഗ് ലെൻസ്, വിച്ച് ഇസ് കോൺകേവ് ലെൻസ്. ഓക്കെ, ഡൈവേർജിംഗ് ലെൻസ് ആൻഡ് കോൺകേവ് എന്ന് എഴുതണം. ഓക്കെ, കോൺകേവ് ലെൻസ് വിച്ച് ഇസ് ഡൈവേർജിംഗ്, അതാണ് മയോപ്പിയയുടെ കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സി എന്ന് പറയുന്ന റൂപ്പൽ അണ്ടർവെന്റ് കാറ്ററാക്ട് സർജറി ആൻഡ് ഹെർ ഐ ലെൻസ് വാസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ ലെൻസ് വിത്ത് ഫിക്സഡ് ഫോക്കൽ ലെങ്ത്. നമ്മളുടെ ഹ്യൂമൻ ഐ ലെൻസിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഫോക്കൽ ലെങ്ത് ഫിക്സഡ് അല്ല. We can alter the focal length with the help of ciliary muscles. Contractum, relaxation ഒക്കെ ചെയ്യുമ്പോൾ curvature of the eye lens will be varied, and with the help of that we can alter the focal length. പക്ഷെ കാറ്ററാക്ട് സർജറി കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുമ്പോൾ ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആണ് വെച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഓർ സിലിക്കോൺ. സ്റ്റേറ്റ് വൺ ലൈക്ലി വിഷ്വൽ ഡിസഡ്വാൻറ്റേജ് ദാറ്റ് റൂപ്പൽ is likely to experience as compared to a person who has normal eyesight. നമുക്ക് ഈ വാരിയിങ് ഫോക്കൽ ലെങ്ത് വരുമ്പോ ആ സ്പെഷ്യാലിറ്റിനെ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ, അല്ലെ? അപ്പൊ റൂപ്പലിന്റെ ഐക്ക് പവർ ഓഫ് അക്കോമഡേഷൻ ഉണ്ടാവില്ല. ദേ ഹാവ് ഫിക്സഡ് ഫോക്കൽ ലെങ്ത്, അല്ലെ? അപ്പൊ പവർ ഓഫ് അക്കോമഡേഷൻ ആണ് ഇല്ലാതിരിക്കുക കമ്പയറിംഗ് ടു എ നോർമൽ പേഴ്സൺ വിത്ത് ഐസൈറ്റ്. Identify the parts of the eye labeled in the diagram from the descriptions given below by writing the labels as your answer. Okay,
ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ചേഞ്ചിങ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? വിച്ച് ഇസ് സീലിയറി മസിൽസ്. സീലിയറി മസിൽസ് ആണ്. അപ്പൊ ഈ ലേബലിംഗിൽ സീലിയറി മസിൽസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇതാണ് സീലിയറി മസിൽസ് എന്ന് പറയുന്ന പോർഷൻ അല്ലെ, വിച്ച് ഇസ് ലേബിൾഡ് ആസ് ആർ ഇൻ ദ ഡയഗ്രാം. അപ്പോ ആർ എന്നുള്ളതാണ് എഴുതേണ്ടത്. സീലിയറി മസിൽസ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെ. ഇറ്റ് കോസസ് മോസ്റ്റ് ഓഫ് ദ റിഫ്രാക്ഷൻ ഓഫ് ദ ഐ ഓഫ് ദ ലൈറ്റ് എന്ററിംഗ് ദ ഐ. ആദ്യം ലൈറ്റ് നമ്മളുടെ കണ്ണിലോട്ട് കടത്തിവിടുന്നതും മോസ്റ്റ് ഓഫ് ദ റിഫ്രാക്ഷൻ നടത്തുന്നതും ആരാണ്? വിച്ച് ഇസ് കോർണിയ അല്ലെ. കോർണിയ എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? കോർണിയ ഇസ് മാർക്ഡ് ആസ് ക്യൂ. ഇതാണ് കോർണിയ വിച്ച് ഇസ് മാർക്ഡ് ആസ് ക്യൂ. അപ്പൊ ക്യൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇറ്റ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദ ഐ. ലൈറ്റിനെ, കണ്ണിലോട്ടുള്ള ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹൗ മച്ച് ലൈറ്റ്, അതായത് നമ്മളൊരു ഡാർക്കർ സൈഡിൽ നിൽക്കുവാണെങ്കിൽ മോർ ലൈറ്റ് ടു എൻറ്റർ അവർ ഐസ്. നമ്മളൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുവാണെങ്കിൽ ലെസ് ലൈറ്റ് ഷുഡ് ബി എൻറ്റർ അവർ ഐസ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐറിസ്. ഐറിസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഐറിസ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതാ നോക്കാം. ദിസ് ഇസ് ഐറിസ്, റൈറ്റ്. ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് ഐറിസ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ആസ് പി. അപ്പൊ പി എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇറ്റ് ആക്ട്സ് ആസ് എ സ്ക്രീൻ ഓൺ വിച്ച് ദ ഇമേജ് ഇസ് ഫോംഡ്. ഇമേജ് ഫോം ചെയ്യുന്ന സ്ക്രീനിന്റെ പേരാണ് റെറ്റിന. റെറ്റിന എവിടെയാണ്? ഇതാണ് റെറ്റിന, റൈറ്റ്. റെറ്റിന എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് എസ് എന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. പ്രോബ്ലംസ് അല്ലായിരുന്നു. ഹ്യൂമൻ ആയ എന്റെ കളർഫുൾ വേൾഡ് എന്നാണ് ചോദിച്ചത്. ഇനി നമ്മളുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അതും ഒരു പ്രോബ്ലം പോലെയാണ് കിടക്കുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, 4 റെസിസ്റ്റൻസസ് ഏതൊക്കെയാണ്? 15 ഓം എന്ന് തന്നിട്ടുണ്ട്, 30 ഓം ആൻഡ് 15 ഓം ദേ ആർ കണക്ടഡ് ഇൻ പാരലൽ. ഇനി another 15 ഓം. ഇത്രയും റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഉണ്ട് 20 വോൾട്ടിന്റെ. ആർ കണക്ടഡ് ഇൻ ദ സർക്യൂട്ട് ആസ് ബിലോ. അപ്പൊ സർക്യൂട്ടിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. വാട്ട് ഈസ് ദ നെറ്റ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്? നെറ്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം 30 and 15 ആർ കണക്ടഡ് ഇൻ പാരലൽ. പാരലൽ എങ്ങനെയാ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇവിടെ R1 എന്ന് പറയുന്നത് 30 ആണ്, ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 15 ഇസ് 45. 15 and 45 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3 and 30 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പൊ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഈസ് 10 ഓം. ഓക്കെ, ഇനി 15, 10 and 15 ആർ കണക്ടഡ് ഇൻ സീരീസ്. അപ്പൊ നെറ്റ് റെസിസ്റ്റൻസ് വിൽ ബി 15 പ്ലസ് 10 പ്ലസ് 15 which is 25 plus 15, 40 ohm ആണ് നെറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ohm ആണ്. കാൽക്കുലേഷൻസ് ആൻഡ് ഫോർമുല കാണിക്കണം. ഹൗ മച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ദ വോൾട്ട് മീറ്റർ കണക്ടഡ് അക്രോസ് റെസിസ്റ്റൻസ് R4 മെഷർ? ഇവിടെ അതായത് V4 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ V4 എന്ന് പറഞ്ഞാൽ എന്താണ്? V4 വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു R4. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 20 വോൾട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, വിച്ച് ഇസ് 40. 20 by 40 എന്ന് വെച്ചാൽ എത്രയാ? 1/2, വിച്ച് ഇസ് 0.5 ആംപിയർ. ഓക്കെ, അപ്പോ ഹൗ മച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ദ വോൾട്ട് മീറ്റർ? V4 I ഇൻറ്റു R4. I is 0.5 ഇൻറ്റു R4 എന്ന് പറയുന്നത് 15 ആണ്, right? 0.5 into 15 വെച്ചാൽ which will be 0.6. Sorry, തെറ്റിപ്പോയോ? 0.75 വോൾട്ട് എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്, റൈറ്റ്? Current is 0.5 and resistance is 15. 0.5 into 15 എന്ന് പറയുന്നത് 0.75 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R4 ആയിട്ട് വരുന്നത്, റൈറ്റ്? I think I'm not wrong. Okay. What is the power dissipated by the resistance R1? R1-ലൂടെയുള്ള പവർ ഡിസിപ്പേറ്റഡ്. പവർ ഡിസിപ്പേറ്റഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല എന്താണ്? I²R, റൈറ്റ്? കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, വിച്ച് ഇസ് 0.5 into 0.5 into resistance R1 is 15. അപ്പൊ എത്ര ആൻസർ വരുന്നത്?
25 into 15, which is 3.75. Did I make any mistake? നമുക്ക് മിസ്റ്റേക്ക് ഒന്നുമില്ല. 3.75 തന്നെയാണ്. ഓക്കെ ഓക്കെ. അറ്റ് ദിസ് പോയിന്റ് ഞാൻ പറയാൻ വന്നത് ഇതായിരുന്നു. നമ്മളുടെ സാമ്പിൾ പേപ്പറിന്റെ ബോർഡിന്റെ സാമ്പിൾ പേപ്പറിന്റെ മാർക്കിംഗ് സ്കീം കൊടുത്തിട്ടുള്ളതിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ഈ ക്വസ്റ്റിനിൽ എന്തോ ഒരു കാര്യം അഡീഷണൽ ഞാൻ പറയാൻ വിചാരിച്ചിരുന്നു എന്നുള്ളതാണ് ഞാനത് ഓർത്തത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സാമ്പിൾ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ആൻസർ കീയിൽ കാൽക്കുലേഷൻസ് റോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കാൽക്കുലേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. കറന്റ് 0.5, ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.75 വോൾട്ട്, 3.75 വാട്ട് ആണ് പവർ. ഈ ആൻസേഴ്സ് എല്ലാം സാമ്പിൾ പേപ്പറിന്റെ ആൻസർ കീയിൽ റോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇഫ് R3 is removed, will the net current in the circuit increase or decrease or remain the same? Justify your answer. R3 എന്ന് പറയുന്നത് എന്താ? ഈ പാരലൽ ആയിട്ട് വരുന്ന ഇത് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ വ്യത്യാസം വരാൻ പോകുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി, അപ്പൊ ഈ പാരലൽ ഇതില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? ഓക്കെ, ഇവിടെ ഈ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ വി ഹാവ് ത്രീ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. വാട്ട് ആർ ദേ? 15 പ്ലസ് 30 പ്ലസ് 15. സോ ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബിക്കം 45 പ്ലസ് 15 ഇറ്റ് ഇസ് 60 ഓം എന്നാണ് കിട്ടുക. അപ്പൊ ടോട്ടൽ കറന്റ് എന്തായിട്ട് വരും? കറന്റ് വിൽ ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിച്ച് ഇസ് 20 ഡിവൈഡഡ് ബൈ 60 എന്നാണ് വരിക, വിച്ച് വിൽ ബി 1/3 ആംപിയർ. അതായത് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് കൂടി, വിച്ച് മീൻസ് കറന്റ് വിൽ ബി റെഡ്യൂസ്ഡ്. നമ്മളോട് ചോദ്യം ഇതാണ്, കറന്റ് ഇൻ ദ സർക്യൂട്ട് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നാണ്. കറന്റ് വിൽ ഡിക്രീസ് ബിക്കോസ് when you remove this resistance which is connected in parallel, net resistance of the circuit will increase. Net resistance increase ചെയ്തു എന്ന് വെച്ചാൽ current will decrease. അതാണ് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ഇത്രയാണ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തപ്പോൾ, ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഹൈലി കോമ്പീറ്റൻസി ബേസ്ഡ് ആണ്. കൂടുതലും പ്രോബ്ലംസും നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പക്ഷെ സീരീസ്, പാരലൽ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസും അതെല്ലാം പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കറിയാം. അപ്പൊ അത് നോക്കിക്കൊണ്ട് നമ്മളുടെ നോളജ് അപ്ലൈ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് പഠിക്കണം. കാരണം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ അറിവ് മറ്റുള്ള പ്രോബ്ലംസിലോട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്യണം. ഫിസിക്സിന്റെ സാമ്പിൾ പേപ്പറിൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.